കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആശമാരുടെ സമരം പരിഹരിക്കാൻ ഒരു പദ്ധതിയും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. പാർലമെന്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കേന്ദ്രം നൽകുന്ന ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് മാത്രമായിരുന്നു മന്ത്രിക്ക് ആവശ്യപ്പെടാനുണ്ടായിരുന്നത്. ഇക്കാര്യം പരിഗണനയിൽ ആണ് എന്ന് ജെ.പി. നദ്ദ അറിയിച്ചു. കാസർഗോഡും വയനാടും മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നതും എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ പിന്തുണ അറിയിച്ചതായും വീണ ജോർജ് വ്യക്തമാക്കി. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായുള്ള ചർച്ച പോസിറ്റീവായിരുന്നു എന്നാണ് മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. എന്നാൽ ആശാ വർക്കർമാരുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ ഒരു പദ്ധതിയും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് മുന്നോട്ട് വെച്ചില്ല. ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് വീണ ജോർജ് ആവശ്യപ്പെട്ടെങ്കിലും ഈ വിഷയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്നും ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന വിഷയം കേന്ദ്രത്തിന്റെ പരിഗണനയിലാണെന്നും ജെ.പി. നദ്ദ വ്യക്തമാക്കി. അതേസമയം സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന വിഷയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് വ്യക്തമായ മറുപടിയില്ല. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഇത് കേട്ടത്. രാജ്യത്ത് എല്ലായിടത്തുമുള്ള ആശമാരുടെ സമരത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പൊതുവിൽ ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് കേന്ദ്രം വളരെ ഗൗരവത്തോടെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. ഈ മീറ്റിങ്ങിൽ എന്നോട് ഇക്കാര്യം അദ്ദേഹം പറയുകയും ഇക്കാര്യം ഉൾപ്പെടെ നമ്മുടെ ആശമാരോട് ഇക്കാര്യം അവരെ കൂടി അവരോട് ഇത് പറയണമെന്നുള്ളത് കൂടി ആ നിലയിൽ ആണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രി പറയുകയുണ്ടായി. കേരളത്തിൽ എയിംസ് അനുവദിക്കുന്ന വിഷയത്തിൽ അനുകൂല നിലപാടാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി സ്വീകരിച്ചത്. എയിംസിന്റെ കാര്യവും സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോട് സ്ഥലം കൊടുത്തത് സംബന്ധിച്ചും, അതായത് 150 ഏക്കർ ഗവൺമെന്റ് ലാൻഡും 50 ഏക്കർ അക്വിസിഷനും അതിൻ്റെ പ്രോസസ്സ് ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റ് കൊടുത്തതും മിനിസ്ട്രിയിൽ ഉള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ അത് കേരളത്തിന് അത് വേണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടും. അത് ലഭിക്കും, അത് വൈകാതെ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ തവണത്തെ നമ്മുടെ ആദ്യ സന്ദർശനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് ലഭിച്ചിരുന്നു. അപ്പോൾ അതിൽ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി നമുക്കത് നൽകാമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അടുത്ത ഒരു എയിംസ് അനുവദിക്കുന്ന ഘട്ടത്തിൽ നൽകാമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അത് ഇന്നും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. വയനാട് കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾ അനുവദിക്കുന്നതും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. മെഡിക്കൽ കോളേജുകൾ കാസർഗോഡും വയനാടും ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകണമെന്നുള്ളതും അഭ്യർത്ഥിച്ചു. അപ്പോൾ കേരള സ്പെസിഫിക് ആയിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അത് പരിശോധിക്കാമെന്നുള്ളതും അദ്ദേഹം പറയുകയുണ്ടായി. അതോടൊപ്പം ഈ ഓൺലൈൻ ഡ്രഗ്സ് വിൽപ്പന, ഇപ്പോൾ പല ജിമ്മുകളിൽ ഡ്രഗ് കൺട്രോളറൊക്കെ നടത്തിയ റെയ്ഡിൽ സ്റ്റെറോയിഡ്സ് ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റെറോയിഡ്സ് കണ്ടെത്തിയിരുന്നു. ഏത് മരുന്നും ഓൺലൈനിൽ അവൈലബിൾ ആകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് എന്നുള്ളത് നേരത്തെ തന്നെ റെപ്രസെൻറ്റേഷൻ കൊടുത്തിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. ഇക്കാര്യവും ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ഇതിൽ ഒന്നാമത്തെ വിഷയമായിട്ട് ഈ ഇന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് തേടിയത് എന്നുള്ള കാര്യവും, അങ്ങനെ ഒന്നാമത്തെ കാര്യം അതുതന്നെയാണ് ചർച്ച ചെയ്തത്. ആശമാരുടെ സമരം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ഉടൻ ഉണ്ടാകുമെന്നും വീണ ജോർജ് ഡൽഹിയിൽ വ്യക്തമാക്കി. ജനം, ഡൽഹി.